Hello, welcome to Red Short Talks. നമസ്കാരം. നമ്മളിന്ന് ഓഗസ്റ്റ് 29, അതായത് നാളത്തെ നിഫ്റ്റി 50യുടെ ഇൻട്രാഡേ സാധ്യതകളാണ് നോക്കുന്നത്. ഇന്നലെ ഓഗസ്റ്റ് 28-ന് മാർക്കറ്റിൽ കണ്ട ആ ഒരു വീഴ്ചയുണ്ടല്ലോ, അതെ അതെ, അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് നാളെ എന്തൊക്കെ സംഭവിക്കാം എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഞങ്ങളുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ്. നാളത്തെ ട്രേഡിങ്ങിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ്, പിന്നെ എവിടെയൊക്കെ വാങ്ങാം, എവിടെ വിൽക്കാം, മാർക്കറ്റിന്റെ ഒരു മൂഡ് ഇപ്പൊ എങ്ങനെയാ, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക. ശരിയാണ്. ഇന്നലെ നിഫ്റ്റി നല്ലോണം താഴോട്ട് വന്നു അല്ലേ? ഏകദേശം 24,533 ക്ലോസ് ചെയ്തത്, ഒരു വലിയ ഇടിവിന് ശേഷം. അപ്പോ ഈ ഒരു അവസ്ഥയിൽ നാളെ എന്ത് പ്രതീക്ഷിക്കാം? നമുക്ക് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് തന്നെ തുടങ്ങാം. എന്താണ് പ്രധാനമായി കാണുന്നത്? അതെ, ഇന്നലത്തെ ആ ഒരു ഫോളിന് ശേഷം മാർക്കറ്റ് ഒരു ദുർബലാവസ്ഥയിലാണിപ്പോ. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോ എവിടെ തടസ്സം വരാം, താഴോട്ട് വന്നാൽ എവിടെ സപ്പോർട്ട് കിട്ടും, ഇതറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഈ സപ്പോർട്ടും തടസ്സവുമല്ലേ? അതെ, നമ്മളതിനെ ടെക്നിക്കലായിട്ട് സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ എന്നൊക്കെ പറയും. സിമ്പിളായി പറഞ്ഞാൽ വില കൂടുന്നത് തടയാൻ ചാൻസുള്ള സ്ഥലങ്ങൾ, അതാണ് സപ്ലൈ സോൺ. ഓക്കെ. അതുപോലെ വില താഴോട്ട് വീണത് തടയാൻ സാധ്യതയുള്ള ഏരിയകളാണ് ഡിമാൻഡ് സോൺ. ഒരു താങ്ങ് പോലെ. ഇപ്പോൾ പ്രധാന സപ്ലൈ സോണുകൾ, അതായത് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഒരു 2 കാണുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഒന്ന് കുറച്ച് മുകളിലാണ്, 24,880 തൊട്ട് 24,950 വരെയുള്ള ആ ഒരു റേഞ്ച്. ഓക്കെ. അതിന് തൊട്ടു താഴെ കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്ന ഒരു സോണാണ് 24,650 മുതൽ 24,700 വരെ. വില ഒരു പുൾബാക്ക് പോലെ മുകളിലേക്ക് വന്നാൽ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ശരി ശരി, അപ്പൊ അതാണ് മുകളിലെ പ്രധാന തടസ്സങ്ങൾ. അതെ. ഇനി താഴോട്ട് നോക്കിയാൽ ഡിമാൻഡ് സോണുകൾ, അതായത് ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ആദ്യത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 24,480 മുതൽ 24,500 വരെയുള്ള ആ ഏരിയ. അത് മുൻപും അവിടെ തട്ടിയിട്ടുണ്ടല്ലേ? അതെ, പലതവണ ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റഡ് മൾട്ടിപ്പിൾ ടൈംസ് എന്ന് പറയും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ ഒരു ബയിങ് പവർ ചിലപ്പോൾ കുറഞ്ഞു വരാം. അപ്പൊ ശ്രദ്ധിക്കണം. അതെ. പിന്നെ അതിനും താഴെ പുതിയൊരു ഡിമാൻഡ് സോൺ 24,400 മുതൽ 24,430 വരെ കാണുന്നുണ്ട്. ഇതൊരു ഫ്രഷ് ഡിമാൻഡ് സോണാണ്. അതായത് അടുത്ത കാലത്തൊന്നും വില വന്ന് കാര്യമായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ലെവലുകള് ക്ലിയറായി. ഇനി RSIയെ പറ്റി പറഞ്ഞല്ലോ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അത് 36.8 ആണെന്ന് കാണുന്നു. ഇത് 30-നടുത്താണ്. ഓവർസോൾഡ് സോണിനടുത്താണെങ്കിലും വീക്കാണെന്നും പറയുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നല്ല ചോദ്യം. RSI 30-ലേക്ക് അടുക്കുമ്പോൾ സാധാരണ അതൊരു സിഗ്നലാണ്. താൽക്കാലികമായെങ്കിലും വിലയിടിവ് ഒന്ന് നിൽക്കാനും ഒരു ചെറിയ ബൗൺസ് വരാനും സാധ്യതയുണ്ട് എന്ന്. ഓക്കെ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വിറ്റ് തളർന്നവർ ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ നോക്കിയിരുന്നവർ ചിലപ്പോൾ എൻറ്റർ ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? RSI ഇപ്പോഴും 40 എന്ന ലെവലിന് താഴെയാണ്. ടെക്നിക്കൽ അനാലിസിസിൽ RSI 40-ന് താഴെ നിൽക്കുന്നത് പൊതുവെ ഒരു വീക്ക് അല്ലെങ്കിൽ ബേറിഷ് ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. അപ്പോ ഒരു ചെറിയ ബൗൺസ് വന്നാൽ പോലും അത് വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാകണമെന്നില്ല. ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും താഴോട്ടാണ് എന്ന് തന്നെയാണിത് സൂചിപ്പിക്കുന്നത്. ശരി ശരി. അപ്പോ മാർക്കറ്റ് വീക്കാണ്, RSI 40-ന് താഴെയാണ്. ഈ ഒരവസ്ഥയിൽ ബൈ ചെയ്യുന്നത് റിസ്കി അല്ലേ? എന്നാലും എവിടെയെങ്കിലും ഒരു ബൈ ചാൻസ് കാണുന്നുണ്ടോ? റിസ്ക് കൂടുതലാണ്, സംശയമില്ല. എങ്കിലും സാധ്യത പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 24,448, 24,500 ഡിമാൻഡ് സോൺ, അതൊരു കീ ലെവലാണ്. അവിടെ വില എത്തുമ്പോൾ ഒരു ബയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. പക്ഷേ ആ വില എത്തിയെന്ന് വെച്ച് ഉടനെ ചാടിക്കേറി വാങ്ങരുത്. കാരണം ട്രെൻഡ് നമുക്ക് എഗെയിൻസ്റ്റാണ്. ഓക്കെ, അപ്പൊ എന്തു നോക്കണം? നമ്മൾ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. വില ആ സോണിൽ എത്തുമ്പോൾ ബയ്യേഴ്സ് വരുന്നുണ്ടോ എന്നതിൻ്റെ സിഗ്നൽസ് നോക്കണം. ഉദാഹരണത്തിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺസ്, ഒരു വലിയ പച്ച കാൻഡിൽ, ബുള്ളിഷ് എൻഗൾഫിംഗ്, അല്ലെങ്കിൽ താഴെ നല്ല നീളമുള്ള വാലുള്ള പിൻബാർ പോലെയൊക്കെ. ശരി. അതോടൊപ്പം RSI തിരിച്ച് 14-ന് മുകളിലേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കണം.
ഈ രണ്ടും ഒരു നല്ല കാൻഡിലും RSI ക്രോസ് ഓവറും ഒരുമിച്ച് വന്നാൽ അതൊരു കുറച്ചുകൂടി സേഫായ എൻട്രി സിഗ്നലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കൺഫർമേഷൻ കിട്ടി, ഒരു ലോങ് എൻട്രി എടുത്തു എന്ന് വെക്കാം. സ്വാഭാവികമായും അടുത്ത ചോദ്യം സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ടാർഗറ്റ് എവിടെ പ്രതീക്ഷിക്കാം? സ്റ്റോപ്പ് ലോസ്, അതായത് SL, ആ ഡിമാൻഡ് സോണിന് തൊട്ട് താഴെ വെക്കുന്നതാണ് സേഫ്. ഒരു 24,430 താഴെയായിട്ട് വെക്കാം. 24,430. ഓക്കെ. ടാർഗറ്റ്സ് TP, ആദ്യത്തേത് 24,600, രണ്ടാമത്തേത് 24,700. 24,700 നേരത്തെ പറഞ്ഞ സപ്ലൈ സോണിന്റെ അടുത്താണല്ലോ. അതെ, അത് ഓർക്കണം. 24,650-700 റേഞ്ച് സപ്ലൈ സോണാണ്. അപ്പോൾ 24,700-ലെത്തുമ്പോൾ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ ലോങ് ട്രേഡ് ഇതൊരു വലിയ മൂവ്മെന്റ് ആകാൻ സാധ്യതയുണ്ടോ, അതോ ചെറിയ ലാഭത്തിൽ ഒരു സ്കാൽപ്പ് പോലെ കണ്ടാ മതിയോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിന് മെയിനായിട്ട് ഒരു കൗണ്ടർ ട്രെൻഡ് സ്കാൽപ്പായിട്ട് കാണുന്നതാണ് നല്ലത്. ഓക്കെ, കൗണ്ടർ ട്രെൻഡ്. അതെ, മാർക്കറ്റിന്റെ മെയിൻ ട്രെൻഡ് ഡൗൺ ആണ്. അതിനെതിരെ ഒരു ചെറിയ പുൾബാക്ക് മുതലെടുത്ത് ചെറിയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ട്രേഡ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങുന്ന പരിപാടിയാണല്ലോ. അതുകൊണ്ട് ആദ്യത്തെ ടാർഗറ്റ് 24,600 എത്തുമ്പോൾ തന്നെ ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾ ചോദിച്ച പോലെ വലിയൊരു മൂവ്മെന്റ് വരുമെന്ന് ചോദിച്ചാൽ അതിന് വില 24,700 എന്ന സപ്ലൈ സോണിന് മുകളിൽ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല വോളിയത്തോടെ പിടിച്ചു നിൽക്കണം. ഓക്കെ. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ അടുത്ത റെസിസ്റ്റൻസ് ആയ 24,880 വരെയൊക്കെ പോയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനുള്ള സാധ്യത കുറവാണ്. 24,700 ബ്രേക്ക് ചെയ്യാതെ വലിയ പ്രതീക്ഷ വെക്കേണ്ട. ശരി, ലോങ് സൈഡ് ക്ലിയറായി. ഇനി ഷോർട്ട് സൈഡിലേക്ക് വരാം. മാർക്കറ്റ് ബെയറിഷ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോ വിൽക്കാനുള്ള അവസരങ്ങൾക്കാണോ കൂടുതൽ സാധ്യത? അതെ, തീർച്ചയായും. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 2 പ്രധാനപ്പെട്ട ഷോർട്ട് സെറ്റപ്പുകളാണ് കാണുന്നത്. ഏതൊക്കെയാണവ? ഒന്നാമത്തേത് സെൽ ഓൺ റീട്രേസ്മെന്റ്, അതായത് വില മുകളിലോട്ട് തിരിച്ചു കയറുമ്പോൾ വിൽക്കുന്നതല്ലേ? അതെ, കറക്റ്റ്. മെയിൻ ട്രെൻഡ് താഴോട്ടാണെങ്കിൽ ഇടയ്ക്ക് വിലയൊന്ന് മുകളിലോട്ട് പോകുമ്പോൾ അത് വിൽക്കാനുള്ള അവസരമായിട്ട് കാണുക. നമ്മൾ നേരത്തെ പറഞ്ഞ സപ്ലൈ സോൺ 24,650, 24,700, അവിടേക്ക് വില തിരിച്ചു കയറുകയാണെങ്കിൽ അവിടെ വെച്ച് ഷോർട്ട് ചെയ്യാൻ നോക്കാം. കാരണം അവിടെ സെല്ലേഴ്സ് വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കാം. അതെ, ആ സോണിൽ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും? സ്റ്റോപ്പ് ലോസ് ആ സപ്ലൈ സോണിന് തൊട്ട് മുകളിൽ വെക്കണം. ഒരു 24,720 മുകളിൽ വെക്കാം. ടാർഗറ്റുകൾ താഴോട്ടായിരിക്കും. TP1 24,550, TP2 24,480. 24,480. അത് മറ്റേ ഡിമാൻഡ് സോണിന്റെ തുടക്കമാണല്ലോ. അതെ, ആ പ്രധാനപ്പെട്ട ഡിമാൻഡ് സോൺ. ഓക്കെ. ഇനി വില മുകളിലേക്ക് റിട്രേസ് ചെയ്തില്ലെങ്കിലോ, താഴോട്ട് തന്നെ പോവുകയാണെങ്കിൽ അപ്പോൾ ഷോർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതാണ് രണ്ടാമത്തെ സാധ്യത. അതിനെ ബ്രേക്ക് ഡൗൺ പ്ലേ എന്ന് പറയും. ബ്രേക്ക് ഡൗൺ, അതായത് വില മുകളിലേക്ക് പോകാതെ താഴെയുള്ള ആ പ്രധാന സപ്പോർട്ട് 24,480 എന്ന ലെവൽ നല്ല ഫോഴ്സിൽ നല്ല വോളിയത്തോടെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഷോർട്ട് സെൽ സിഗ്നലാണ്. അതിന്റെ അർത്ഥം ആ താങ്ങ് പോയി ഇനി താഴോട്ട് പോകാം എന്നാണോ? എക്സാക്ട്ലി. മുൻപ് താങ്ങി നിർത്തിയ ആ ലെവൽ ബ്രേക്കായി സെല്ലേഴ്സ് ഫുൾ കൺട്രോൾ എടുത്തു എന്നതിന്റെ സൂചനയാണത്. അപ്പോൾ കൂടുതൽ താഴേക്ക് പോടാൻ സാധ്യതയുണ്ട്. ഈ ബ്രേക്ക് ഡൗൺ ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും കൂടി പറയാമോ? പറയാം. 24,480 സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആ ബ്രേക്ക് ചെയ്ത ലെവലിന് കുറച്ചു മുകളിലാണ്. ഒരു 24,520 മുകളിലായിട്ട് വെക്കാം. ഓക്കെ. ടാർഗറ്റുകൾ താഴോട്ടാണ്. TP1 വന്നിട്ട് 24,430. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്രഷ് ഡിമാൻഡ് സോണിന്റെ തുടക്കമാണ്. TP2 ആയിട്ട് 24,350 വരെ നോക്കാവുന്നതാണ്. കൊള്ളാം. അപ്പൊ ലോങ് സൈഡും ഷോർട്ട് സൈഡും സാധ്യതകൾ നമ്മൾ നോക്കി. ഇതെല്ലാം വെച്ച് നോക്കുമ്പം നാളത്തെ ട്രേഡിങ്ങിന് ഒരു പൊതുവായ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ബയാസ് എന്തായിരിക്കണം? എന്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്? സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റ് ബേറിഷാണ്. കരടിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അതുകൊണ്ട്
നമ്മുടെ മെയിൻ ഫോക്കസ് ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസിലായിരിക്കണം. ശരി. 2 സ്ട്രാറ്റജികളാണ് കൂടുതൽ അട്രാക്റ്റീവ്. ഒന്നുകിൽ വില മുകളിലെ സപ്ലൈ സോണിലേക്ക് 24,650-700 തിരിച്ചു വരുമ്പോൾ ഷോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെയുള്ള ഡിമാൻഡ് സോൺ 24,480 ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുക. രണ്ടും ട്രെൻഡിന്റെ കൂടെയുള്ള നീക്കങ്ങളാണ്. അതെ, അതുകൊണ്ട് സക്സസ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോ ലോങ് ട്രേഡുകൾ പൂർണ്ണമായി ഒഴിവാക്കണോ? പൂർണ്ണമായിട്ടല്ല, പക്ഷേ വളരെ സെലക്റ്റീവായിരിക്കണം. റിസ്ക് കുറച്ച് മാത്രം എടുക്കുക. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ 24,480-500 സോണിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് റിയാക്ഷൻ കണ്ടാൽ മാത്രം. നല്ല ക്യാൻഡിലും RSI ക്രോസ് ഓവറും ഒക്കെ വരണം. അതെ, അത്തരം കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം വളരെ ചെറിയ ലാഭത്തിനു വേണ്ടിയുള്ള ക്വിക്ക് സ്കാൽപ്സ് നോക്കാം. പക്ഷെ ഓർക്കണം, ഇത് ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെയാണ്. കൂടുതൽ കോൺഫിഡൻസോടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് സൈഡിൽ തന്നെയാണ്. പ്രിഫറൻസ് എന്തായാലും ഷോർട്ട് സെറ്റപ്പുകൾക്ക് കൊടുക്കണം. ശരി. അപ്പോ ഈ പറയുന്ന വിവരങ്ങൾ നിങ്ങൾക്ക്, നമ്മുടെ ശ്രോതാവിന് എങ്ങനെ ഉപയോഗിക്കാം? നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ ഈ ലെവലുകൾ, അതായത് മുകളിലെ 24,650-700, താഴെയുള്ള 24,480-500, ഇതൊക്കെ ചാർട്ടിലൊന്നും മാർക്ക് ചെയ്ത് വെക്കുക. അതെ. വില ഈ സോണുകളിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വന്തം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ. കറക്റ്റ്. ചെറിയ ലാഭം മതിയെങ്കിൽ സ്കാൽപ്പ് ചെയ്യാം. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ റിട്രേസ്മെന്റോ ബ്രേക്ക് ഡൌണോ നോക്കാം. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് ഓർത്തിരിക്കാൻ 3 പോയിന്റ്സ് ചുരുക്കി പറയാം. 1. മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് ബെയറിഷാണ്, താഴോട്ടാണ്. 2. നാളേക്ക് പ്രധാനപ്പെട്ട ലെവലുകൾ: മുകളിൽ 24,650-700 റെസിസ്റ്റൻസ്, താഴെ 24,480-500 സപ്പോർട്ട്. അതെ. 3. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഷോർട്ട് ട്രേഡുകളിലാണ്. വിൽക്കാനുള്ള അവസരങ്ങൾക്കാണ് മുൻഗണന. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ പറയുന്ന ലെവൽസും സ്ട്രാറ്റജിയും ഒക്കെ ഒരു ഗൈഡ് മാത്രമാണ്. ശരിയാണ്. ലൈവ് മാർക്കറ്റിലെ പ്രൈസ് ആക്ഷൻ, അതായത് ഓരോ നിമിഷത്തെയും വിലയുടെ ചലനം, അതുപോലെ ട്രേഡിംഗ് വോളിയം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ന്യൂസ് വരാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുക. പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നില്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ റെഡിയായിരിക്കണം. പിന്നെ എന്ത് ട്രേഡ് എടുത്താലും ഒരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. നഷ്ടം ലിമിറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി നിങ്ങൾ നാളെ മാർക്കറ്റിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയട്ടെ. നമ്മൾ ഈ പറഞ്ഞ 24,480-500 ഡിമാൻഡ് സോൺ, അത് പലതവണ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അതെ. ഇതൊരു ഡബിൾ എഡ്ജ്ഡ് സ്വാർഡാണ്. ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും അത് കൂടുതൽ സ്ട്രോങ് ആവുകയാണോ, ഞാനിവിടെ പിടിച്ചു നിൽക്കുമെന്ന് കാണിക്കുകയാണോ, അതോ ഓരോ ഇടി കൊള്ളുമ്പോഴും അതിന്റെ ശക്തി കുറഞ്ഞ് അത് വീക്കാവുകയാണോ? നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അടുത്ത തവണ വില അവിടെ എത്തുമ്പോൾ അത് വീണ്ടും പിടിച്ചു നിൽക്കുമോ, അതോ ഇത്തവണ ബ്രേക്ക് ചെയ്യുമോ? ഇതൊരു $1 മില്യൺ ചോദ്യമാണ്. നാളത്തെ മാർക്കറ്റിൽ ആ സോണിലെ പ്രൈസ് ആക്ഷൻ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യലായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും. ഇന്നത്തെ ഈ ഒരു വിലയിരുത്തൽ നാളത്തെ ട്രേഡിംഗിന് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. മാർക്കറ്റ് എപ്പോഴും ഡൈനാമിക് ആണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. അടുത്ത തവണ പുതിയ വിശേഷങ്ങളുമായി കാണാം. നന്ദി.